Welcome to Cost Accounting at your fingertips. Please like and subscribe the channel to view more videos on cost and management accounting. Today we will be starting with the third module. Not starting, we will be discussing a problem that is a big problem for 15 marks, that is step ladder method. And നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ എല്ലാ സൊല്യൂഷൻസേ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പം നമ്മളിത് വർക്കിംഗ് നോട്ട്സ് ഉൾപ്പെടെയാണ് ഈ വീഡിയോയ്ക്കകത്ത് പഠിക്കാൻ പോകുന്നത്. സൊല്യൂഷൻ ടേബിളും നമ്മൾ കാണിക്കും. സോ എന്താ നോക്കാം. സോ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് ഈസ് എ മെത്തേഡ് ഓഫ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ്സ്. അപ്പോർഷൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപ്പോർഷനേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പം ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. O/H എന്ന് ഇവിടെ ഞാൻ എഴുതിയേക്കുന്നത് ഓവർ ഹെഡ്സിൻ്റെ ഷോർട്ട് ഫോമാണ്. So it is a method of apportionment of overhead expenses. The expenses such as overhead, which means indirect expenses of service departments, are apportioned on the basis of apportionment to production department. അപ്പോൾ വാട്ട് ഈസ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്? സ്റ്റെപ്പ് ലാഡർ മെത്തേഡിനകത്ത് നമ്മൾ ഓവർഹെഡ് എക്സ്പെൻസസ് ആയ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസസിനെ എല്ലാം നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റീ അപ്പോർഷൻ ചെയ്യും. അത് ഈക്വലായിട്ടായിരിക്കാം റീ അപ്പോർഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. സോ S1 and S2 ആർ ടു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ ഒരു കമ്പനിയിലെ S1 S2 എന്ന് പറയുന്നത് രണ്ട് സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ആൻഡ് ദ എക്സ്പെൻസസ് ഓഫ് S1 ഡിപ്പാർട്ട്മെൻറ്റ് ഇസ്, S1 means it is a service department. S1 is 20,000 and S2 is 10,000. സോ രണ്ട് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്ന ഫേമിന് S1 S2 S1-ന് 20,000 S2-ന് 10,000 ആണ് എക്സ്പെൻസസ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പെൻസസിനെ നമ്മൾ എന്നാ ചെയ്യും? ദിസ് എക്സ്പെൻസസ് വിൽ ബി equally or proportionately divided and allocated to the production department. അപ്പോൾ ഈ 10,000-നെയും 20,000-നെയും നമ്മൾ ഈക്വലായിട്ടോ അല്ലെങ്കിൽ പ്രപ്പോർഷനേറ്റ് ആയിട്ടോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ റീ അലോക്കേറ്റ് ചെയ്യും. ഇങ്ങനെയുള്ളൊരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്. സോ ദ പ്രോസസ് ഇസ് നോൺ ആസ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്. അപ്പോൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്, അതാണ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ ആദ്യമേ പോകുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് കല്യാണി പബ്ലിക്കേഷൻസിനകത്തുള്ളൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇത്രയും ഇൻഫർമേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. സമ്മറി ഓഫ് എക്സ്പെൻസസും പിന്നെ നമ്പർ ഓഫ് എംപ്ലോയീസ്, സ്റ്റോർ റിക്വസിഷന്, മെഷീൻ അവേഴ്സ്. അപ്പം നമ്മൾ സൊല്യൂഷൻ ചെയ്യുമ്പോൾ ഓർക്കണം, നമുക്ക് സൊല്യൂഷൻ ഒരു ടേബിളും ഉണ്ട്, പിന്നെ വർക്കിംഗ് നോട്ട്സും ഉണ്ട്. സോ വർക്കിംഗ് നോട്ട് ഷുഡ് ബി ആഡഡ്. അപ്പോൾ നിങ്ങൾ വർക്കിംഗ് നോട്ട്സ്, നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുമ്പോഴാണെങ്കിലും വർക്കിംഗ് നോട്ട്സ് ആഡ് ചെയ്ത് മാത്രമേ എഴുതാവുള്ളൂ. അപ്പോൾ നമ്മളിനി ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ ടേബിളാണ് വരയ്ക്കാൻ പോകുന്നത്. സോ ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് ഉപയോഗിച്ച് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 3 കോളംസ് ആണുള്ളത്. സോ ദ ഫസ്റ്റ് കോളം name is not there. Second column we will name it as production department. Third column we will name it as service department. അപ്പോൾ സെക്കൻഡ് കോളത്തിനെ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നും തേർഡ് കോളത്തിനെ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നും വിളിക്കും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിന് 2 എണ്ണമാണ് ക്വസ്റ്റ്യൻസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, P1-ഉം P2-ഉം. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ചില ക്വസ്റ്റ്യനകത്ത് S1 S2 S3 എന്ന് കൊടുക്കും. ഇവിടെ നമുക്ക് ടൈം കീപ്പിംഗ്, സ്റ്റോർ, മെയിൻ്റനൻസ്, ഇങ്ങനെ 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഫേമിനുള്ളതായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ടേബിളിനകത്ത് ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്ലാങ്ക് ആയിട്ടുള്ള കോളത്തിനകത്ത് സമ്മറി ഓഫ് എക്സ്പെൻസസ് എഴുതും. സോ സമ്മറി ഓഫ് എക്സ്പെൻസസ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ് ഈസ് വിൽ ബി ഗിവൺ ദെയർ ഇൻ ദ ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനെയാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് P1 16,000 ആണ്, P2 10,000 ആണ്, ടൈം കീപ്പിംഗ് 4,000 ആണ്, സ്റ്റോർസ് 5,000 ആണ്, മെയിൻ്റനൻസ് 3,000 ആണ്. ദിസ് ആർ സം ഓഫ് ദി എക്സ്പെൻസസ് ദാറ്റ് ആർ ഓൾറെഡി ഗീവൺ ദെയർ ഇൻ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അതിനെ എഴുതുന്നു. അതിനെയാണ് നമ്മൾ സമ്മറി ഓഫ് എന്താ പറയുക എക്സ്പെൻസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മളതിനെ വിളിക്കും. ഓക്കെ, അപ്പോൾ ഒട്ടൊക്കെ കാര്യം പിടികിട്ടില്ല. 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, P1 ഉം P2 ഉം. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 3 ഉണ്ട്. അപ്പോൾ ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആയ S1 S2 S3 അല്ലെങ്കിൽ ടൈം കീപ്പിംഗ്, സ്റ്റോർ, മെയിൻ്റനൻസ്, ഇതിൻ്റെ ഈ എക്സ്പെൻസസിനെ എല്ലാം നമ്മൾ എന്നാ ചെയ്യണം? പ്രപ്പോർഷനേറ്റ് ആയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് അത് പ്രൊഡക്ഷനിലേക്ക് തന്നെ കൊണ്ടുവരണം. അപ്പോൾ അതിന് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ അടുത്തൊരു പേജിലേക്ക് പോകണം. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പേജ് മറിക്കുന്നതായിരിക്കും. അപ്പോൾ അത് വർക്കിംഗ് നോട്ട്സിനും എക്സ്പ്ലനേഷനും വേണ്ടിയിട്ടാണ്. സോ ഇവിടെ നമ്മൾ വർക്കിംഗ് നോട്ട്സ്
പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ വർക്കിംഗ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ടേബിൾ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യാൻ പോകുന്നത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അലോക്കേറ്റ് ചെയ്യാനായിട്ടുള്ള അപ്പോർഷൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പോകാം. സോ ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പർപ്പസ് എന്താ? ടു റെക്കോർഡ് ദ ടൈം ഓഫ് എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ. സോ ദ ടോട്ടൽ എക്സ്പെൻസ് ഓഫ് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വാസ് ഗീവൺ ആസ് 4000. അപ്പോൾ നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് ടോട്ടൽ എക്സ്പെൻസ് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് 4000 ആണെന്നും. അപ്പോൾ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ആൾക്കാരുടെ സമയം രേഖപ്പെടുത്താനുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം അതിനൊരു ബേസിസ് ഫോർ അപ്പോർച്ച്മെൻറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് എംപ്ലോയീസ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് ടേബിളിനകത്ത് ശ്രദ്ധിച്ചാൽ അറിയാം നമ്പർ ഓഫ് എംപ്ലോയീസ് കൊടുത്തിട്ടുണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും. സോ P1 ഉണ്ടായിരുന്ന എംപ്ലോയീസ് 40 ആണ്. P2 നമുക്ക് 30 ഉണ്ടായിരുന്നു. ടൈം കീപ്പിങ്ങിൽ നമുക്ക് ഓൾറെഡി അതൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണ്, അവിടെ എംപ്ലോയീസിൻ്റെ എണ്ണം നമുക്ക് വരാറില്ല. ദെൻ നമുക്ക് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 20, മെയിൻ്റനൻസിൽ 10. സോ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഈസ് ഈക്വൽ ടു 100 എംപ്ലോയീസ് ആണ് ഓർഗനൈസേഷനിലുള്ളതാണ് നമ്മുടെ ഒരു ബേസിസ് ഓഫ് അപ്പോർച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ റേഷ്യോ ഫോർമാറ്റിൽ എഴുതുവാണെങ്കിൽ 4:3:2:1 എന്നുള്ള റേഷ്യോയിലായിരിക്കും ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം വരുന്നത്. അപ്പോൾ നമ്മളിതിനെ എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ P1 എന്ന് പറയുന്നതാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 1. അവിടെ എന്തായാലും നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ്? 4000 ആണ് നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് ടൈം കീപ്പിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ P1 4, സോ 4/10. 10 എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ളതാണ് ബ്രാക്കറ്റ് കാണിച്ചേക്കുന്നത്. ദറ്റ് ഈസ് 4 + 3 + 2 + 1. 4 എംപ്ലോയീസ് ഫ്രം P1, 3 എംപ്ലോയീസ് ഫ്രം P2, 2 എംപ്ലോയീസ് ഫ്രം സ്റ്റോർസ് ആൻഡ് 1 എംപ്ലോയി ഫ്രം മെയിൻ്റനൻസ്. സോ P1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4000 × 0.4, ദാറ്റ് ഈസ് ഈക്വൽ ടു 1600. ഇനി P2ൻ്റെ വാല്യൂ, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 2ൻ്റെ വാല്യൂ, അവിടെ നമുക്ക് ടേബിളിനകത്ത് വാല്യൂ ഉണ്ടായിരുന്ന. സോ 4000 × 3/10, കാരണം 3 എംപ്ലോയീസ് ആണ് P2 വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 3/10. സോ 4000 × 0.3 വി വിൽ ഗെറ്റ് 1200. ഇനി ടൈം കീപ്പിങ്ങിൽ നമുക്ക് പ്രത്യേകിച്ച് എംപ്ലോയീസിനെ നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർസ് ആണ്. സോ എഗെയിൻ 4000 റുപ്പീസിനെ തന്നെയാണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. സോ 4000 × 2/10. 2/10 ആണ് കേട്ടോ, ഞാൻ എഴുതിയപ്പോൾ 100 ആയിപ്പോയി. സോ ദ ആൻസർ ഇസ് 800. ശ്രദ്ധിച്ച് നോക്കണം, 100 എന്ന് എഴുതിയേക്കുന്നത് ഞാൻ പെട്ടെന്ന് ഓർത്തത് എംപ്ലോയീസ് ടോട്ടൽ 100 ആയിരുന്നല്ലോ, പിന്നെ നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്ത് 10 ആക്കിയില്ലേ, കാരണം റേഷ്യോ എടുക്കുമ്പോൾ. അപ്പോൾ 100 അല്ല 10 ആണ് കേട്ടോ. സോ മെയിൻ്റനൻസിൽ 4000 × 1/100, കാരണം ഓരോ വർക്കറേ ഉള്ളൂ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ 4000 × 1/10, ദാറ്റ് ഈസ് ഈക്വൽ ടു 400. എന്നിട്ട് നമ്മൾ വീണ്ടും ടേബിളിൽ തിരിച്ച് വന്നിട്ട് നമ്മളത് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. സോ നമ്മൾ എവിടെ എഴുതി? അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ്സ്. ഫസ്റ്റ് ടൈപ്പ് ഇസ് ടൈം കീപ്പിംഗ്. അതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ റേഷ്യോ എഴുതി 4:3:2:1. നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസ് എല്ലാം എവിടെ എഴുതുകയാണ്? 1600, 1200, 800 ആൻഡ് 400. സോ 1600 എന്നുള്ളത് P1 എഴുതി, 1200 P2 എഴുതി. ടൈം കീപ്പിങ്ങിനകത്ത് വാല്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു ബ്ലാങ്ക് ഒരു ഹൈഫൻ ഇട്ട് കൊടുത്തു. ദെൻ 800, ദെൻ 400. ഇനി ബ്ലാങ്ക് ഇടുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ -4000 എന്ന് എഴുതാം അവിടെ, കാരണം ഉണ്ടായിരുന്ന 4000 റുപ്പീസിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്തുകൊണ്ട്. സെക്കൻഡ് നമ്മുടെ എക്സ്പെൻസസ് ആണ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ എക്സ്പെൻസ് ഓഫ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ദാറ്റ് ഇസ് ഗീവൺ ഇൻ ദ ക്വസ്റ്റ്യൻ is the amount is about 5000 ആയിരുന്നു. സോ അപ്പോൾ നമ്മൾ ആ ഒരു എമൗണ്ടിനെ മാത്രം എടുത്താൽ പോരാ, നമുക്ക് എങ്ങനെയാണോ അപ്പോർഷൻ ചെയ്തപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഫ്രം ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സിന് എന്ത് കിട്ടിയിട്ടുണ്ട്? കുറച്ച് എമൗണ്ടും കൂടെ എക്സ്പെൻഡിച്ചറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡിൻ്റെ പ്രത്യേകത. ഇവിടെ തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോണം, ഇവിടെ തൊട്ട് പ്രോസസ്സ് മുഴുവൻ മാറുവാണ്. ഓക്കെ, അപ്പം ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയ 800 റുപ്പീസ് ഉണ്ട്, പ്ലസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ഓൾറെഡി ഉണ്ടായിരുന്ന 5000 റുപ്പീസ് ഉണ്ട്. സോ 5000 റുപ്പീസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് നേരത്തെ ഉണ്ടായിരുന്നു, 800 റുപ്പീസ് ടൈം കീപ്പിങ്ങിന് കിട്ടി. ടോട്ടൽ എന്ന് പറയുന്നത് 5800 വരും. അപ്പം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലെങ്കിൽ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 5800 വരും. ഞാൻ ഇടയ്ക്ക് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞു പോയായിരുന്നു, അത് ആ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ കോൺസെപ്റ്റ് വെച്ച് പറഞ്ഞു പോയതാണ്. അപ്പം നിങ്ങളതൊന്ന് റിവൈൻഡ് ചെയ്ത് ശ്രദ്ധിച്ചാൽ മതി. അതൊരു സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. അപ്പോൾ സ്റ്റോഴ്സിനെ നമ്മൾ അപ്പോർഷൻ ചെയ്യുന്നതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റോർ റിക്വസിഷൻ്റെ ബേസിസിലാണ്. എത്ര സ്റ്റോർ റിക്വസിഷൻ ഉണ്ടെന്ന് അതും നമ്മുടെ ക്വസ്റ്റ്യനായിട്ടുള്ള ടേബിളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ സ്റ്റോഴ്സ് റിക്വസിഷൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. സ്റ്റോഴ്സ് റിക്വസിഷൻ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എത്രയൊക്കെയാണ് വാല്യൂ തന്നിരുന്നത്? P1 24, P2 നമുക്ക് 20 ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ്റനൻസ്, കാരണം ടൈം കീപ്പിങ്ങിലും സ്റ്റോറിലും ഇപ്പം വാല്യൂസ് ഒന്നുമില്ല, കാരണം അത് രണ്ടും ഓൾറെഡി ഇപ്പം നമ്മൾ അലോക്കേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ P1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 5800 × 24/50. എങ്ങനെയാണ് 50 വന്നേ?
24 plus 20 plus 6, that is 24 from P1, 20 from P2 and 6 from maintenance. അപ്പോഴാണ് 50 എന്ന് പറഞ്ഞ വാല്യൂ വരുന്നത്. സോ 5800 ഇൻറ്റു 24/50 വി വിൽ ഗെറ്റ് 2784. സോ അതാണ് നമ്മുടെ P1-ലെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി P2-ലെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? 5800 ഇൻറ്റു 20/50, കാരണം 20 ആണല്ലോ അവിടുത്തെ സ്റ്റോറിൻ്റെ നമ്പർ, സോഴ്സ് റിക്വസിഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 2320 വരും ആൻസർ. അപ്പോൾ നമ്മളതങ്ങനെ ചെയ്ത് തീർക്കണം. ഓക്കെ, മെയിൻ്റനൻസിലെ വാല്യൂ എന്ന് പറയുന്നത് 5800 ഇൻറ്റു 6/50, കാരണം 6 റിക്വസിഷൻസ് ആണ് മെയിൻ്റനൻസിന് വേണ്ടി ഉണ്ടാക്കിയിരുന്നത്. സോ 696. അപ്പോൾ നമ്മൾ ഈ വാല്യൂസ് എല്ലാം എങ്ങോട്ട് എഴുതും? വീണ്ടും നമ്മുടെ ടേബിളിലേക്ക് എഴുതും. അപ്പോൾ ഞാൻ ഒന്ന് മറിച്ച് പോവുകയാണ്. സോ എഗെയിൻ ബാക്ക് ടു ദ ടേബിൾ. സ്റ്റോർസ് എന്നുള്ളിടത്ത് P1-ൻ്റെ അവിടെ 2784, P2-ൻ്റെ അവിടെ 2320. ടൈം കീപ്പിങ്ങിൽ വാല്യൂ ഇല്ല. സ്റ്റോറിൽ -5800, ബിക്കോസ് നമ്മൾ ആ വാല്യൂവിനെയാണ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്. ദെൻ 696. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഒരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ വാല്യൂസ് പോസിറ്റീവായിട്ട് കിടക്കുന്ന വാല്യൂസ്, അതായത് 2784, 2320, 696, ഇത് മൂന്നും കൂടെ കൂട്ടുമ്പം നിങ്ങൾക്ക് എത്ര രൂപ തന്നെ കിട്ടും? 5800 തന്നെ കിട്ടും. അങ്ങനെ ചെയ്ത് ഒന്നുകൂടെ റിവൈസ് റീചെക്കൊക്കെ ചെയ്താൽ നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ തേർഡ് നമ്മുടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതായിരുന്നു? മെയിൻ്റനൻസാണ്. അപ്പോൾ നമ്മളിനി മെയിൻ്റനൻസ് എങ്ങനെയാണ് അപ്പോർഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. So maintenance is a department that is mainly organized for the purpose of maintenance of the machineries or other products sold by the organization. So the total expenses of the maintenance department was given in the question as 3000. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 3000 എന്നാണ് കാണിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് 3000 ഓൾറെഡി ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ നമ്മൾ അപ്പോർഷൻ ചെയ്തു? ടൈം കീപ്പിംഗ് അപ്പോർഷൻ ചെയ്തു, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് അല്ല സ്റ്റോർസ്, ഈ സ്റ്റോർസും നമ്മൾ അപ്പോർഷൻ ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നുള്ള എക്സ്പെൻസ് നമ്മൾ അതിലൂടെ കൂട്ടണം. അപ്പോൾ എക്സ്പെൻസ് ഫ്രം ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത് 400-ഉം എക്സ്പെൻസ് ഫ്രം സ്റ്റോർസ് എന്ന് പറയുന്നത് 696 ആണ്. അത് നമുക്ക് ആ ടേബിൾ നോക്കിയാണെങ്കിലും കണ്ടുപിടിക്കാം. അപ്പോൾ ഞാനൊന്ന് റിവൈസ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ ടോട്ടൽ എക്സ്പെൻസസ് ഓഫ് ദ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് ഈക്വൽ ടു ക്വസ്റ്റിനിൽ തന്ന 3000 പ്ലസ് 400 ഫ്രം ദ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, 696 ഫ്രം ദി സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ 3000 കൂടെ 400 രൂപ നമുക്ക് എവിടെ നിന്ന് കിട്ടി? നമ്മുടെ സ്വന്തം ടൈം കീപ്പിങ്ങിൽ നിന്ന് തന്നു. 696 രൂപ നമ്മുടെ സ്റ്റോറിൽ നിന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളിനി അതിനെ നമ്മൾ ഒന്ന് നോക്കാൻ പോകുന്നു. ക്രോസ് ചെക്ക് ചെയ്യാൻ ടേബിളിനകത്ത് ഒന്ന് നോക്കിക്കുക. 3000 പ്ലസ് 400 പ്ലസ് 696. ഇനി ബേസിസ് ഓഫ് അപ്പോർച്ച്മെൻറ്റ് എന്ന് പറയുന്നത് മെയിൻ്റനൻസിൻ്റെ എന്ന് പറയുന്നതാണ് മെഷീൻ അവേഴ്സ് ആണ്. ദാറ്റ് ഈസ് ദ മെഷീൻ അവേഴ്സ് റിക്വയർഡ് ഫോർ ദ ഓർഗനൈസേഷൻ ടു മെയിൻറ്റെയിൻ. ഓക്കെ, സോ അപ്പം അതിനെയാണ് നമ്മൾ ബേസിസ് ഓഫ് അപ്പോർച്ച്മെൻ്റ് ആയിട്ട് എടുക്കുന്നത്. സോ അത് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടായിരുന്നു 2400 in P1 and 1600 in P2. So the answer is 4000 machine hours in total. ഈ 4000 എന്നുള്ള ഒരു വാല്യൂ നമ്മൾക്ക് ഡിനോമിനേറ്ററി വെച്ച് ചെയ്യാൻ വെച്ചാൽ പാടായതുകൊണ്ട് നമുക്കതിനെ റേഷ്യോ ഫോർമാറ്റിലേക്ക് മാറ്റാം. സോ 2 സീറോ ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. സോ 2400 2 സീറോയും 1600 2 സീറോയും 4000 2 സീറോയും കളഞ്ഞു ഞാൻ. അപ്പോൾ ദെയർഫോർ ദ P1 വാല്യൂ ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും ടോട്ടൽ എമൗണ്ട്? 3000 പ്ലസ് 400 പ്ലസ് 696. സോ 4096. അതാണ് നമ്മുടെ ടോട്ടൽ വാല്യൂ ഓഫ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. സോ ഇൻറ്റു 24/40 ആൻഡ് 4096 ഇൻറ്റു 16/40. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ ശരിക്കും ഓർത്തോണം. എനിക്ക് തോന്നുന്ന വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്, കാരണം ഇച്ചിരി ലെങ്തി വീഡിയോ ആയതുകൊണ്ട് ഇടയ്ക്ക് 2-3 സ്ഥലത്ത് എനിക്കൊരു അബദ്ധം പറ്റി തോന്നും. ഓക്കെ, എനി ഹൗ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കിയേക്കാം. 4096 ഇൻറ്റു 24/40. 4096 ഇൻറ്റു 20/40. അപ്പോൾ നമ്മൾ അതേ സെയിം വാല്യൂസ് എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. സോ 2458 ആൻഡ് 1638. ടൈം കീപ്പിങ്ങിൽ വാല്യൂ ഇല്ല, സ്റ്റോഴ്സിൽ വാല്യൂ ഇല്ല. പിന്നെ മെയിൻ്റനൻസിൻ്റെ അവിടെ ഞാൻ പറഞ്ഞ പോലെ ബ്രാക്കറ്റിൽ നമ്മൾ 4096 എന്നുള്ളത് കാണിക്കും. ആ 4096 തന്നെയല്ലേ 2458-ഉം നെക്സ്റ്റ് വാല്യൂ 1638 കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 4096 തന്നെയാണ്. അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ആഡ് ഓൾ ദ വാല്യൂസ് ഇൻ P1 ആൻഡ് P2. അതായത് അപ്പോൾ നമുക്ക് കിട്ടുന്നത് 22,842, 15,158. സോ നമ്മൾ ആ ലാസ്റ്റ് ടേബിളിൽ P1-ൻ്റെ P2-ൻ്റെ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുക.
അതായത് 22,842 പ്ലസ് 15,138 ആഡ് ചെയ്യുമ്പം 38,000 കിട്ടും. അതേ സെയിം ആൻസർ തന്നെയായിരിക്കും സമ്മറി ഓഫ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ്റെ എല്ലാ, അതായത് P1 P2 ടൈം കീപ്പിങ് സ്റ്റോറ് മെയിൻ്റനൻസ് അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും 38,000 തന്നെയായിരിക്കും. അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആൻസർ കറക്റ്റായിട്ട് കിട്ടും. ഒരിക്കലും ആൻസർ തെറ്റത്തില്ല. അപ്പോൾ ഈ ടിപ്സൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് തന്നെ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് സോൾവ് ചെയ്യുക കേട്ടോ. 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും ഒന്നുകൂടെ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ and please do visit the next video of cost and management accounting for the continuation of overheads distribution. Thank you.